വെൽക്കം ടു വെയിൻ അക്കാഡമി. കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ പെഡഗോജി പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെഡഗോജി ഏരിയാസിൽ നിന്നും ഏകദേശം 20 ക്വസ്റ്റ്യനോളം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. 20 ക്വസ്റ്റ്യൻ കേട്ടോ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് പെഡഗോജി എന്ന് പറയുന്നത്. നമ്മുടെ BEd സിലബസിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് പെഡഗോജി എന്ന് പറയുന്നത്. 9 ഏരിയാസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ആൻഡ് കോറിലേഷൻ അല്ലെ. നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ആൻഡ് കോറിലേഷൻ. രണ്ടാമത്തെ ഏരിയ നാഷണൽ ഗോൾസ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻസ്ട്രക്ഷൻ. നാഷണൽ ഗോൾസ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ദെൻ മൂന്നാമത്തെ കരിക്കുലം അല്ലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കരിക്കുലം. നിങ്ങൾ BEdൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കരിക്കുലം എന്താണ്, അതിന്റെ ട്രെൻഡ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഓർഗനൈസേഷൻ. ദെൻ നാലാമത്തത് അനാലിസിസ് ആൻഡ് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെ. അനാലിസിസ് ആൻഡ് പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ദെൻ അഞ്ചാമത് ടൈപ്പ് ഓഫ് ലേണേഴ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ലേണിംഗ് അല്ലെ. വിവിധ തരത്തിലുള്ള ലേണേഴ്സിനെ കുറിച്ചിട്ടും ലേണിങ്ങിന് വേണ്ട റിക്വയർമെന്റ്സുകളെ കുറിച്ചിട്ടാണ് അഞ്ചാമത്തെ ഏരിയയിൽ പറയുന്നത്. ആറാമത്തെ ഏരിയയിൽ പറയുന്നത് ലേണിംഗ് റിസോഴ്സസ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. ലേണിംഗ് റിസോഴ്സസ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ദെൻ ഏഴാമത്തത് പർപ്പസ് ആൻഡ് മോഡേൺ ട്രെൻഡ്സ് ഓഫ് ഇവാലുവേഷൻ അല്ലെ. പർപ്പസ് ആൻഡ് മോഡേൺ ട്രെൻഡ്സ് ഓഫ് ഇവാലുവേഷൻ. ഇവാലുവേഷന്റെ പർപ്പസിനെ കുറിച്ചിട്ടും മോഡേൺ ട്രെൻഡ്സിനെ കുറിച്ചിട്ടും. എട്ടാമത്തത് മെത്തേഡ്സ്, അപ്രോച്ചസ് ആൻഡ് ടെക്നിക് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഒൻപതാമത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് അല്ലെ. മോഡേൺ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് കുറച്ചധികം കൺഫ്യൂഷൻ ഉള്ള ഏരിയ ആയിരിക്കും പെഡഗോജി പാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ വളരെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ 20 ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.